നേതൃത്വത്തെ വെട്ടിലാക്കി മോദി പ്രശംസ തുടർന്ന് തിരുവനന്തപുരം MP ശശി തരൂരിന് BJP ഉപരാഷ്ട്രപതി സ്ഥാനം വച്ച് നീട്ടുമോ? കഴിഞ്ഞ ദിവസം ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ പെട്ടെന്നുള്ള രാജിപ്രഖ്യാപനം ശശി തരൂരിന് വഴിയൊരുക്കാൻ ആണ് എന്ന വിശകലനമാണ് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. AICCയിലും കേരളത്തിലെയും കോൺഗ്രസ് നേതാക്കളെ ചൊടിപ്പിച്ചുകൊണ്ട് പാർട്ടി തിട്ടൂരങ്ങൾ വിലകൽപ്പിക്കാതെ ശശി തരൂർ നീങ്ങിയത് BJPയിലൂടെ ലഭിക്കുന്ന സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണെന്ന് പലകുറി വിമർശനങ്ങൾ ഉയർന്നിരുന്നു. തരൂരിനെ പാർട്ടി ചുമതലകൾ നൽകിയാൽ തങ്ങൾ ഇത്രയും കാലം ഉയർത്തിക്കൊണ്ടുവന്ന അവകാശവാദങ്ങൾ പൊളിയുമെന്ന് അറിയാവുന്ന BJP ഭരണഘടനാ സ്ഥാനം നൽകി തരൂരിനെ പുറത്തെത്തിച്ച് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് ഒരു കൂട്ടം പറയുന്നത്. ഏറ്റവും പ്രഗത്ഭർ BJP മന്ത്രിസഭയിലും പാർട്ടിയിലും ഉണ്ടെന്ന് ഗ്യാരണ്ടി പറയുന്ന നേതൃത്വമാണ് BJPയുടേത്. ആ സമയത്ത് ശശി തരൂരിനെ പാർട്ടി സ്ഥാനമാനങ്ങളിലേക്ക് ക്ഷണിക്കുന്നതിലും നല്ല അടവ് ഭരണഘടനാ സ്ഥാനം നൽകി കോൺഗ്രസിനെ തമ്മിൽ തല്ല് ചർച്ചയ്ക്ക് ഇട്ടുകൊടുക്കുകയാണ്. ശശി തരൂരിന്റെ കഴിഞ്ഞ കുറച്ചുനാളായുള്ള പ്രതികരണങ്ങളെ കോൺഗ്രസ് പാർട്ടിയെയും നേതാക്കളെയും തരൂരിനെതിരെ അണിനിരത്തിയിരുന്നു. നേതാക്കൾ പരസ്യമായി തരൂരിനെതിരെ നടപടിക്ക് മുറവിളി കൂട്ടിയപ്പോൾ തരൂരിനെ അവഗണിച്ചു വിടാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചത്. കാരണം പാർട്ടിക്കുള്ളിലും പുറത്തും BJP ആഗ്രഹിക്കുന്ന തരത്തിലൊരു ചർച്ചയ്ക്ക് വഴിവെക്കരുത് എന്നായിരുന്നു ആ സമീപനം കൊണ്ട് ഉദ്ദേശിച്ചത്. കോൺഗ്രസ് വിട്ട ശശി തരൂർ ഉപരാഷ്ട്രപതി കസേരയിലേക്ക് കയറുമോ എന്നത് ഒരു ചോദ്യമായി പൊതുമണ്ഡലത്തിലുണ്ട്. തരൂരിന്റെ മോദിസ്തുതിയും കോൺഗ്രസിന്റെ ചിറകരിയലും ജയശങ്കറിന് പകരക്കാരനായി മോദി തരൂരിനെ തിരഞ്ഞെടുക്കുമോ എന്ന ചോദ്യമൊക്കെ ഉയർത്തിയിരുന്നു. ഉപരാഷ്ട്രപതിയായിരുന്ന ജഗദീപ് ധൻഖർ കഴിഞ്ഞ ദിവസം രാജി പ്രഖ്യാപിച്ചതോടെ 60 ദിവസത്തിനുള്ളിൽ പുതിയ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനും അധികാരം ഏൽക്കേണ്ടതുണ്ട്. അമേരിക്കയിലേക്കും മറ്റിടങ്ങളിലേക്കുമുള്ള ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ പ്രതിനിധി സംഘത്തിൽ പ്രധാനിയായിരുന്നു തരൂർ. രാജ്യ നിലപാടിനെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച തരൂർ ഈ സന്ദർഭത്തിലാണ് BJP സർക്കാരുമായി കൂടുതൽ അടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നല്ല ബന്ധം പുലർത്തുന്ന തരൂർ മോദി വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി നിലപാടിന് വിരുദ്ധമായിട്ടാണ് പല ഘട്ടങ്ങളിലും പ്രതികരിച്ചത്. പാർട്ടിക്കുള്ളിൽ തരൂരിനെതിരെ ശക്തമായ പ്രതിഷേധമുയരുമ്പോൾ തരൂർ കോൺഗ്രസ് വിടുമെന്ന പ്രചാരണങ്ങൾ ശക്തമായി തന്നെ ഇപ്പോഴുമുണ്ട്. ഈ സാഹചര്യത്തിൽ പൊടുന്നനെ ഉപരാഷ്ട്രപതി രാജിവെച്ചത് തരൂരിന് വഴിയൊരുക്കാനുള്ള മോദി തീരുമാനമാണോ എന്ന ചോദ്യം രാഷ്ട്രീയ ഇടങ്ങളിൽ ശക്തമാകുന്നു. കോൺഗ്രസിൽ നിന്നും തരൂർ പുറത്തു വന്നാൽ കേന്ദ്രമന്ത്രിസഭയിൽ താക്കോൽ സ്ഥാനം നൽകുമെന്നും സൂചനകളുണ്ട്. BJP ദേശീയ അധ്യക്ഷനെയും ഉടൻ പ്രഖ്യാപിക്കും. ഇതും കേന്ദ്രമന്ത്രിയാകുമെന്ന സൂചനയുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കമുള്ള പേരുകളാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ഇതിനൊപ്പം ചർച്ച ചെയ്യുന്നത് ഏറെയും കേന്ദ്രമന്ത്രിമാരാണ്. ഇങ്ങനെ വന്നാൽ കേന്ദ്ര മന്ത്രിസഭയിലും ഒഴിവ് വരും. ഈ സമ്മേളനത്തിന് ശേഷം മന്ത്രിസഭ പുനർസംഘടനയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുനിയുമെന്നാണ് സൂചന. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇടയുള്ള സംസ്ഥാനങ്ങളെ കരുതലിൽ എടുക്കുമെന്നാണ് വിലയിരുത്തൽ. ഇത് കേരളത്തിന് കൂടുതൽ സാധ്യത നൽകിയേക്കുമെന്നാണ് വിലയിരുത്തൽ. അടുത്തിടെ രാജ്യസഭയിൽ എത്തിയ RSS മുഖമായ സദാനന്ദൻ മാസ്റ്റർ പോലും ഇതിൽ പരിഗണിക്കാൻ ഇടയുണ്ട്. ഇതിനൊപ്പമാണ് തരൂരിന്റെ സാധ്യതകൾ ചർച്ചയാകുന്നത്. അതായത് തരൂർ മനസ്സ് തുറന്നാൽ ഉടൻ അന്തിമ തീരുമാനങ്ങളിലേക്ക് BJP കടക്കും എന്ന് പോലും വിലയിരുത്തലുകളുണ്ട്.